ലെറ്റ് മൈ ഹാർട്ട് ടോക്ക്. ഈ പേര് വെറുതെ ഒരു ഭംഗി കിട്ടുകയെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിന്റെ പുറകിൽ എൻ്റെ ഒരുപാട് ഇമോഷൻസിന്റെ കഥ പറയാനുണ്ട്. ടീനേജിലുണ്ടാവുന്ന അഡ്രിനാലിൻ രഷം ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു തിരിച്ചറിവുണ്ട്. അന്ന് നമ്മുടെ അച്ഛനമ്മേനൊക്കെ കൂടുതൽ മനസ്സിലാക്കും. എല്ലാ ദിവസവും ഒരുപോലെ ആയതുകൊണ്ടുള്ള മടുപ്പും ദേഷ്യവും എല്ലാവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന പോലുള്ള ടെൻഷൻ, പ്രോബ്ലം, ആൻസൈറ്റി, ഫിയർ അങ്ങനെ എല്ലാം എന്നെ വലിഞ്ഞു മുറുകിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ടുണ്ടാവും. ഐ മീൻ അഡൽട്ട്ഹുഡ്. പക്ഷേ അറ്റ് എ പോയിന്റ് ഇതിന്റെ ഒക്കെ എക്സ്ട്രീം ആയപ്പോൾ ഇനി നിന്നാ കൈവിട്ട് പോകും തോന്നിയപ്പോൾ എന്നെ രക്ഷിക്കാൻ വേറെ ആരും വരാൻ പ്രതീക്ഷിക്കേണ്ട, അതിന് ഞാൻ തന്നെ വേണമെന്ന് മനസ്സിലാക്കി അന്ന് എന്റെ മനസ്സിന് ഉറക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ് ഈ ലെറ്റ് മൈ ഹാർട്ട് ടോക്ക്. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കില്ല. എന്റെ ഉള്ളിലെ മനസ്സ് എപ്പോഴും സന്തോഷിച്ചിരിക്കാനും തനിച്ചിരിക്കാനും ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാ. പക്ഷെ എന്റെ ജോലിയുടെ സ്വഭാവവും മറ്റു സാഹചര്യങ്ങളും ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാ. എന്നാൽ ഇടയ്ക്കൊക്കെ ഞാൻ എവിടെയും പോകാറുണ്ട്. പക്ഷേ ചില സമയത്ത് എവിടെയെങ്കിലും പോകാൻ നേരം അമ്മേനോട് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇപ്പൊ പോണോ, പിന്നെ പോയാൽ പോരെയെന്ന്. ഞാൻ അത്രയും പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ തോന്നുക. ആ നേരത്ത് അമ്മ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യവും കരച്ചിലും ഒക്കെ വരും. പക്ഷെ എന്റെ സ്വഭാവത്തിന് ഞാനൊന്നും പുറത്ത് കാണിക്കാറില്ല. ഞാൻ പോവാണ്ട് നിന്ന അമ്മയ്ക്ക് കുറച്ച് സമാധാനം കിട്ടെങ്കിൽ അതങ്ങ് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ സമൂഹത്തിനോടുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പെൺകുട്ടിക്ക് അല്ല, ഒരു മനുഷ്യൻ ഇന്ത്യയിൽ വിശ്വസിച്ച് ഇറങ്ങി നടക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ചുറ്റുപാടാണല്ലോ നമുക്കുള്ളത്. നമ്മുടെ അമ്മമാർക്ക് എല്ലാത്തിനോടുള്ള പേടിയും ടെൻഷനൊക്കെ ഉണ്ടാകുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാറേ ഇല്ലായിരുന്നു. നമ്മൾ വളർന്നു വലുതായി നമുക്കൊരു അനിയനോ അനിയത്തോ ഉണ്ടാകുന്നവരെ അത് മനസ്സിലാവുകയില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർ എല്ലാവരും അല്ലട്ടോ, അവർക്ക് പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല, ഒറ്റ മൈൻഡ്. അതാണല്ലോ പറയാ, ഞാൻ പോവാന്നൊരു പറച്ചിൽ മാത്രം. അതിപ്പോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് ആർക്ക് സമാധാനക്കേടുണ്ടായാലും ടെൻഷൻ ഉണ്ടായാലും അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. നിലവിൽ ഈ 2 ജനറേഷന്റെ നടുവിൽ നിന്ന് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, എൻജോയ്മെന്റും ആഘോഷങ്ങളും അടിച്ചുപൊളിയൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നുമില്ലേ മനുഷ്യനൊന്നും കൊള്ളത്തുമില്ല. പക്ഷെ അത് അവതരിപ്പിക്കേണ്ട രീതി ഇങ്ങനെയല്ല. ഞാൻ പറയാം, ഇത്രയും നല്ല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ളതിന്റെ ഇടയിൽ ജനിച്ച നമുക്ക് ചെറിയ ചെറിയ ബോറടിയും പ്രാരാബ്ദമൊന്നും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് കിട്ടിയ നിധിയ നമ്മൾ ഓരോ മക്കളും. നമ്മളിലൂടെയാണ് അവർ വളർന്നതും ജീവിച്ചതും എല്ലാം. പണ്ടത്തെ പല പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ നെറ്റിച്ചുളിക്കാറില്ലേ, അതേപോലെ ഇന്നത്തെ പലതും കേൾക്കുമ്പോൾ അവർ നെറ്റിച്ചുളിക്കും, ദേഷ്യപ്പെടും. ഇതിന്റെ ഒക്കെ പുറകിൽ അവർക്ക് നമ്മളോടോ നമുക്ക് അവരോടുള്ള ദേഷ്യമോ വെറുപ്പൊന്നുമല്ല, മറിച്ച് ജനറേഷൻ ഗ്യാപ്പാണ്. അന്നത്തെ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഇന്നത്തെ പലതും അവരെ കൊണ്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ നമ്മുടെ കൂടിയാണ് വളരുന്നത്. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടും അനുസരണക്കേട് കാണിച്ചും തർക്കിക്കുന്നതിന് പകരം അവരെ ഒന്ന് അടുത്ത് പിടിച്ചിരുത്തി, അമ്മേ അതങ്ങനല്ല ഇങ്ങനാന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരമ്മയും ഇന്ന് ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാന്ന് പറയുന്നില്ലേ, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ അമ്മമാര്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും, സന്തോഷാവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാവില്ല. എവറി മദർ ഈസ് എ വുമൺ ഹു ക്രേവ്സ് ഫോർ എവറിത്തിങ്, ലവ്, ലഫർ, ട്രാവൽ. ബട്ട് ഇതെല്ലാം അവർ മറക്കുന്നത് നമ്മുടെ മുഖം കണ്ട് സന്തോഷിച്ചിട്ട്. Being a mother is not an easy job. Being a woman is not at all easy. And today I am celebrating my 27 years of womanhood.